ആ ചേട്ടനകത്തുണ്ട്. ആള് വലിയ സന്തോഷത്തില. കല്യാണത്തിന് വന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും അവന്റെ നേതൃത്വത്തിലല്ലേ നടക്കുന്നത്. വേഗം വന്ന് അനുഗ്രഹം മേടിക്കേ. അതെ, ചെറുക്കനും വേണ്ടി ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ആ കാലിലേക്ക് വീണ് വേഗം അനുഗ്രഹം വായിക്കേ. എന്താ ഇത്? എന്തിനാ ചവിട്ടിയത്? ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചേ. വേണ്ട. 10 വർഷം മുമ്പുള്ള പക എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. നീ അകത്ത് വെച്ചെന്താ പറഞ്ഞത്? കാല് പിടിക്കാനും ഞാൻ. എങ്കിലിപ്പ പിടിക്കേ. വീട്ടുകാരുടെ മുമ്പില് ശിവനെ അറിയില്ലെങ്കിൽ പോലും ഒരുത്തനും എതിർക്കരുത്. ഞാൻ ശിക്ഷിച്ചാൽ ജീവനുണ്ടാവില്ല, ക്ഷമിച്ചാൽ ശ്വാസമെങ്കിലും ബാക്കിയുണ്ടാവും. ഞാൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവളെ കെട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞത് ഇവളെന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവളുടെ തന്ത വന്ന് എന്റെ കാല് പിടിക്കണം. വിളിക്കടി നിന്റെ തന്തയെ. വിളിക്കില്ല. വിളിക്കടി. ആ ചേട്ടാ വന്നു. വരാൻ പറയടാ കിളവനോട്. വന്ന ആളൊരു കിളവനല്ല ചേട്ടാ. ആർക്കാടി നീ ഫോൺ ചെയ്തത്? നിന്റെ തന്ത വന്നില്ലേടി? വന്നിരിക്കുന്നത് എന്റെ തന്തയല്ല, നിങ്ങളുടെ തന്തയാ. ആരാണെന്ന് നോക്കടാ. ഇവൻ ഏതാടി? എന്റെ ചേട്ടൻ. വിളിക്കാതെ എന്റെ കല്യാണത്തിന് വന്നവനാ. എന്റെ ഒരു പ്രശ്നത്തിന് വിളിച്ചാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എനിക്ക് എന്റെ ചേട്ടനാണ് വന്നത്. ഇവളുടെ പൊന്നാങ്ങളിങ് എത്തിയല്ലോ. ഇവനെ അടിച്ചിട്ടിട്ട് ഇവന്റെ തന്തയോട് വരാൻ പറയണം.
ആരെങ്കിലും ചത്താൽ കരയാറുണ്ട്. എന്റെ അനിയത്തി കരഞ്ഞ ചാകൂടാ. എന്റെ അനിയത്തിയുടെ ചേട്ടനായിട്ടാ ഞാൻ ഇവിടേക്ക് വന്ന, ഒരു പോലീസായിട്ടല്ല. ഇനി എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ബുള്ളറ്റ് പോലും ഞാൻ പാഴാക്കില്ല. ഇനി തെറ്റ് ആവർത്തിക്കരുത്. വേണ്ട വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, കണ്ടില്ലേ? ചെയ്ത തെറ്റിന്റെ ഫലം മകൾ അനുഭവിക്കുക, എന്റെ അനിയത്തി അനുഭവിക്കുന്നേ. അവൾ എൻ്റെ മോള്, ഞാൻ അവളുടെ അച്ഛൻ. ഇതെന്റെ കുടുംബ പ്രശ്നമാ. നീ ആര്? നീ ആരടാ? അച്ഛാ, അച്ഛാ, ചേട്ടൻ. ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. പാവപ്പെട്ട ജനങ്ങളെല്ലാം ഇവിടുന്ന് നീക്കി ഒരു വലിയ മരുന്ന് കമ്പനി ഇവിടെ തുടങ്ങുന്നത് അവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? വേറെവിടെയും പെർമിഷൻ നൽകാതെ ഇവിടെ എന്തിനാണ് നൽകിയിരിക്കുന്നത്? ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? ഈ കമ്പനി ഇവിടെ തുടങ്ങിയാലോ നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടായി തീരുമെന്ന് കേട്ടല്ലോ, അത് ശരിയാണോ സർ? ഏതിലാണ് ബാധിക്കാത്തത്? ആണവ നിലയെ ആപത്താന്ന് പറഞ്ഞ് ഇരുട്ടിലിരിക്കാൻ പറ്റൂ? റേഡിയേഷൻ നമുക്ക് പ്രശ്നമാണ്. ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ? ഗ്യാസ് അപകടം എന്ന് വെച്ച് പാചകം ചെയ്യണ്ടേ? 4000 പേർക്ക് ജോലിയും രോഗികൾക്കെല്ലാം മരുന്ന് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ആരംഭിച്ചുകൂടാ? അത് പറ. നിയമപ്രകാരമുള്ള സർക്കാർ ഉത്തരവെല്ലാം വാങ്ങി ഇതിൽ നിന്നും ആളുകൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകില്ലെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കമ്പനി ആരംഭിക്കുകയുള്ളൂ. ഇതെന്റെ ഉറപ്പാ. എന്താ അതുപോലെ? പുറമ്പോക്കിൽ താമസിക്കുന്ന 1500 കുടുംബങ്ങളെ ഒഴിപ്പിക്കണം. അത് ചെയ്തു കൊടുത്താൽ 500 കോടി കിട്ടും. ചേട്ടാ, സ്ഥലം ഒഴിപ്പിക്കാൻ പറ്റുമല്ലോ അല്ലേ? എനിക്കെന്തോ. ഞാൻ ഒഴിപ്പിക്കാം. ശക്തി, ഈ ശിവന്റെ കാല് പതിയുന്ന സ്ഥലം മാത്രമല്ല, നിഴൽ വീഴുന്ന ഇടം പോലും എനിക്ക് സ്വന്തമായിരിക്കും. വെട്ടിയെടുക്കണ തല. ചേട്ടാ നമസ്കാരം. സാറേ, ചെലിയുടെ കഴുത്ത് വെട്ടി ചെരുപ്പുമാല ഇട്ടു. വർഗീയ ലഹള നടക്കുക. ശക്തി, നീ എവിടെയാ ഇപ്പോ? ഗംഗോപ്പെട്ടി കലാപം നടക്കുന്നിടത്താണ്. നിന്റെ അച്ഛൻ നിന്റെ ശ്രദ്ധ തിരിച്ചിരിക്കടാ ശക്തി. ഫാർമ കമ്പനിക്കാര് വീടെല്ലാം ഇടിക്കാൻ വന്നിരിക്കുവാടാ. നീ വേഗം വരണം. നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? അങ്ങനെ എതിർക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? വിട്ടേക്ക് വിട്ടേക്ക്. എടാ ശക്തി, വേണ്ട. ചേട്ടാ, ഈ സ്ഥലം ചേട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 500 കോടി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. എന്താടാ ശക്തി,
ഒരു തെറ്റും ചെയ്യാൻ വിടില്ലെന്ന് നീ പറഞ്ഞു. നിന്റെ അച്ഛൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ദ്രോഹമാടാ ചെയ്തത്. എല്ലാം കഴിഞ്ഞല്ലേ? ദ്രോഹം ചെയ്തു അല്ലേ? പോലീസ് വന്നിട്ടുണ്ട്. എന്താ അറസ്റ്റാണോ? അവന്റെ തീരുമാനമാ? അവൻ വന്നിട്ടുണ്ടോ ഇവിടെ? എവിടെയാ അവൻ? എനിക്ക് കാണണോ അവനെ? തുറക്കണ കഴിച്ച ചേട്ടൻ ഇത്രയും വലിയ നല്ല കാര്യം ചെയ്തിട്ട് ഞങ്ങൾ ചേട്ടനെ തെറ്റിദ്ധരിച്ചല്ലോ. അടുത്ത മഴയ്ക്ക് തകരേണ്ട വീടുകളായിരുന്നു അത്. വീട് കെട്ടാൻ സ്ഥലവും തന്നു, 500 രൂപ പണം തന്ന് സഹായിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ മുതലാളി. 500 കോടി ഗവൺമെന്റിന് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി സർ? ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഇതുപോലൊരു സഹായം ആരും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയില്ല. നിങ്ങൾ ചെയ്ത സഹായത്തിന് ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. പറഞ്ഞാലും ആരും ചെയ്യില്ല, പറയാതെ അങ്ങ് ചെയ്തല്ലോ. നിങ്ങൾ വളരെ നല്ലവനാ. എടാ ഓഡിറ്ററെ, എന്താ ഇവിടെ നടക്കുന്നേ? 150 ഏക്കർ സ്ഥലം, 500 കോടി രൂപ. സാറ് തന്നെയല്ലേ ഒപ്പിട്ട് തന്നെ? ഞാൻ എപ്പോഴാണ് ഒപ്പിട്ട് തന്നത്? ഞാൻ എത്ര തടഞ്ഞാലും നിങ്ങൾ മറികടന്നത് ചെയ്യും. ആ സ്ഥലത്തിന് പട്ടയം കിട്ടണമെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ വെറുതെ നോക്കി നിന്നത്. അതിനുശേഷം ഈ കളി കളിച്ചു. നിങ്ങളുടെ ഒപ്പം നിങ്ങൾ തെറ്റിക്കാറുണ്ട്, എന്നാൽ എനിക്ക് ആ ഒപ്പം ഒരിക്കലും തെറ്റില്ല. സ്നേഹമുള്ള അച്ഛനാ. ബാങ്ക് പാസ്വേഡും മാറ്റിയിട്ടില്ല, ശക്തി എന്നുള്ള പേരും മാറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങളെ കുറിച്ച് എല്ലാവരും എന്താ പറയുന്നത്? നല്ലവൻ, നല്ലവൻ അല്ലേ? നാട്ടുകാർ പറയുന്ന നല്ല പ്രധാനം. ഈ മനസ്സ് മാറണം. മാറ്റിയേക്ക്, വേറെ വഴിയില്ല.